നമ്മുടെ പ്രൊഡ്യൂസർ സുജിത് ബാഡിൽ കൊടുക്കാം. നമസ്കാരം. ഇതെൻ്റെ ആദ്യ പ്രോജക്റ്റാണ്. ഇപ്പോൾ ഇതുപോലൊരു ആകർഷകമായ ഒരു വേദിയിൽ വെച്ച് ഇത് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഈ ഈവൻറ്റിൻ്റെ ഷോ ഡയറക്ടറായിട്ടുള്ള ഗോകുല ഫിലിംസ് ആൻഡ് ഫാഷൻസിൻ്റെ അനിൽ ഭായി തന്നെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഡിസൈനറും. അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സിനിമയുടെ ലോഞ്ചിങ് ഈ വേദിയിൽ വെച്ച് നടത്തുന്നതിന് നമുക്കൊരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവരുടെ ഒരു സഹായം അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ ഈ സിനിമയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ ഈ സിനിമയിലേക്ക് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഈ സിനിമയുടെ ലോഞ്ചിങ് ഈ ആകർഷകമായ ഈ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഈ വേദിയിൽ വെച്ച് നടത്താം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതിലേക്ക് പ്രോജക്ട് ഡിസൈനർ അനിൽ ഭായും കൂടെ മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമ എൻ്റെ ആദ്യ സംരംഭമാണെങ്കിലും വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള മണിരത്നത്തിൻ്റെ സിനിമകളിൽ ഉൾപ്പെടെ അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അദ്ദേഹം വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ സിനിമയിലേക്ക് ഞങ്ങൾ കടക്കുന്നതും. ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. ഇനി വേണ്ടത് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ. ഈ സിനിമ കണ്ട് നിങ്ങൾ വിജയിപ്പിക്കുക. കുറേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് അവരും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ളൊരു അവസരം കൂടി ഞങ്ങൾക്ക് ഇതിന് തന്നതിന് ഈ ഷോ ഡയറക്ടർക്കും അതിൻ്റെ മെമ്പേഴ്സിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങളുടെ സിനിമയുടെ ലോഞ്ചിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഉഷാറല്ലേ? എന്താണ് ആരും ഒന്ന് കൈയടിക്കുന്നില്ലല്ലോ? അതായത് ഒരു സിനിമ ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ അത് സാക്ഷാത്കരിക്കുന്നതിന് ഒരു സംവിധായകൻ ആദ്യം ഒരു കഥ എഴുതി, പിന്നെ അത് തിരക്കഥയാക്കി, പിന്നെ അത് ഡിസ്കഷനിലൂടെ പോയി ചർച്ചകൾ നടന്ന് വർഷങ്ങളോളം എടുത്തിട്ടാണ് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത്രയും അധ്വാനമുള്ള ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇവരൊരു ലോഞ്ചിങ്ങിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്വപ്നം, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ കുഞ്ഞ് പിറക്കുന്നത് പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വേദി ഇവിടെ തരാൻ കാണിച്ചതിൽ, ഈ വേദിയിൽ അത് പ്രദർശിപ്പിക്കാൻ കാണിച്ചതിലുള്ള നന്ദി പ്രൊഡ്യൂസറോടും ടെക്നിക്കൽ ടീമിനോടും എല്ലാവരോടും അറിയിക്കുന്നു. അതോടൊപ്പം വിഷ്വൽ കണ്ടതിന് ശേഷം ഒരു സസ്പെൻസ് കൂടി പറയാനുണ്ട്, അല്ലേ ക്യാമറമാൻ? അല്ലേ? വിഷ്വൽസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സസ്പെൻസ് കൂടി പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വൽസിലേക്ക് പോകാം. അപ്പോൾ ലൈറ്റുകൾ എല്ലാം ഒന്ന് ഓഫ് ചെയ്യുക. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ.